നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ ഇലക്ട്രിക് കാറുകൾ കാണാം. ഈ ഇലക്ട്രിക് കാറുകൾ ശരിക്കും ഒരു ഭീകരൻ തന്നെയാണോ? ഒരു കപ്പലിനെ തീ പിടിപ്പിച്ച് മുക്കി കൊല്ലാനുള്ള കഴിവ് ഈ ഇലക്ട്രിക് കാറുകൾക്കുണ്ടോ? എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഷിപ്പുകളിൽ തീപിടുത്തമുണ്ടായിട്ട് മുങ്ങിപ്പോകുന്നത്? നമ്മുടെ കേരള തീരത്ത് തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 2 കപ്പലുകൾക്കാണ് തീ പിടിച്ചത്. അതിൽ ഒരെണ്ണം പൂർണ്ണമായിട്ട് മുങ്ങിപ്പോവുകയും മറ്റേ കപ്പൽ ഇപ്പോഴും നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതലും കാറ് കൊണ്ടുവന്ന കാർ കാരിയർ ഷിപ്പുകളാണ് തീപിടുത്തത്തിലൂടെ മുങ്ങിപ്പോയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കപ്പലിൽ തീ പിടിക്കുമ്പോൾ പെട്ടെന്ന് തീ അണയ്ക്കാൻ പറ്റാത്തത്? കപ്പലിൽ തന്നെ ഒരുപാട് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളുണ്ട്. ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാനുവലായിട്ട് ഫൈറ്റ് ചെയ്ത് തീ അണയ്ക്കാനും, അത് മാത്രമല്ല ഫിക്സ്ഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ച് ആ തീ കെടുത്താനുമുള്ള വിവിധതരം സംവിധാനങ്ങൾ കപ്പലിൽ ഓൾറെഡി ഉണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം തകരാറിലാവുമ്പോഴാണ് ഈ കപ്പൽ ഉപേക്ഷിച്ച് ഇതിലെ ക്രൂ രക്ഷപ്പെടുന്നതും ആ കപ്പൽ അവിടെ നിന്ന് കത്തി മുങ്ങിപ്പോവുകയും ചെയ്യുന്നത്. ഇലക്ട്രിക് കാറുകൾക്ക് ഈ ചീത്തപ്പേര് വരാൻ കാരണം ഇലക്ട്രിക് കാറുകൾ കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് കപ്പലുകൾ ഇപ്പോൾ തീ പിടിച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. മോർണിംഗ് മിഡാസ് എന്ന് പറഞ്ഞൊരു കപ്പൽ പസഫിക് സമുദ്രത്തിൽ തീ പിടിച്ച് മുങ്ങിപ്പോയത് കഴിഞ്ഞ മാസമാണ്. അതിനു മുമ്പ് ഫെലിസിറ്റി എയ്സ് എന്ന് പറഞ്ഞ ഒരു കാർ കാരിയർ 4000 കാറുകളുമായിട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററികളുടെ ഫോൾട്ടാണ് ഈ തീപിടുത്തങ്ങൾക്ക് കാരണമായിട്ട് പറയപ്പെടുന്നത്. ചില കപ്പലുകളിൽ കണ്ടെയ്നറിനകത്തും കാറുകൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള കപ്പലുകളിലും ഇലക്ട്രിക് കാറുകൾ തീ പിടിച്ച് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഷിപ്പിൽ തീ പിടിക്കാനുള്ള പല കാരണങ്ങളെപ്പറ്റിയും ആ തീ അണയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളെപ്പറ്റിയുമുള്ള വിശദമായൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഇനിയും ഇതുപോലെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചും കാറുകൾക്ക് ഷോർട്ട് സർക്യൂട്ട് മൂലവും കപ്പലുകളിൽ തീ പിടിക്കാതിരിക്കട്ടെ, അതുമൂലം ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കട്ടെ. കപ്പലിനെയും കടലിനെയും കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത്. താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.